നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്ക് മരിക്കാൻ തോന്നി, അതുകൊണ്ട് മറ്റുള്ളവരെയും കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. ഇതായിരുന്നു നെടുമ്പാശ്ശേരിയിൽ ബാദിക് എയർ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തല്ലി തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് കൂറ്റനാട് അത്താണിക്കൽ സ്വദേശി ഷംസീർ എന്ന 34 വയസ്സുകാരൻ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിൽ നൽകിയ അമ്പരപ്പിക്കുന്ന മൊഴി. വിമാനത്തിനുള്ളിൽ അതിക്രമം കാണിച്ച ഇയാൾക്ക് കാര്യമായ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് വാസ്തവമാണ്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം പോലീസിന്റെ വിലയിരുത്തൽ വ്യക്തമാവുകയാണ്. ആകാശത്ത് വെച്ച വിമാനത്തിനുള്ളിൽ വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച യാത്രക്കാരുടെയും ക്യാബിൻ ക്രൂവിന്റെയും ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത നിയമവകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ഇയാളെ മണിക്കൂറുകളോളം വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ ആലുവ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 2:40 കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ അരമണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും മലേഷ്യയിൽ നിന്നുമുള്ള യാത്രക്കാരുമായി എത്തിയ ബാദിക് എയർ വിമാനത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്ന വിമാനത്തിലായിരുന്നു വൻ സുരക്ഷാ വീഴ്ചകൾ കാരണമാകുന്ന ആക്രമണം നടന്നത്. എമർജൻസി എക്സിറ്റ് വിൻഡോ സീറ്റിലിരുന്ന ഷംഷീർ പെട്ടെന്ന് ആക്രമാസക്തനാവുകയായിരുന്നു. എമർജൻസി വിൻഡോ പാനലിന്റെ ഒരു പാളി അടിച്ചു പൊട്ടിക്കുകയായിരുന്നു ഇയാൾ. തുടർന്ന് വിമാനത്തിന്റെ അടിയന്തര രക്ഷാവാതിൽ ബലമായി തുറക്കാൻ ഇയാൾ ശ്രമം നടത്തി. ഇതോടെ ഭയന്നുപോയ സഹയാത്രികരും വിമാന ജീവനക്കാരും ഒത്തുചേർന്ന് ഇയാളെ സാഹസികമായി കീഴ്പ്പെടുത്തിയിരുന്നു. വിമാനം സുരക്ഷിതമായി നെടുമ്പാശ്ശേരി റൺവേയിൽ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ വിമാനത്തിനുള്ളിൽ പ്രവേശിച്ച് ഷംഷീറിനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനും ഉപരി നടപടികൾക്കുമായി ഇയാളെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിലധികമായി മലേഷ്യയിൽ ബന്ധുവിന്റെ ഉടമസ്ഥയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയാണ് പിടിയിലായ ഷംഷീർ. എന്നാൽ ഇയാൾക്ക് പെട്ടെന്നുണ്ടായ അക്രമവാസനയ്ക്ക് പിന്നിലെ മറ്റ് രാഷ്ട്രീയ തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടോ എന്ന കാര്യവും സുരക്ഷാ ഏജൻസികൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. അതിസുരക്ഷാ മേഖലയായ വിമാനയാത്രക്കിടെയുണ്ടായ ഇത്തരം പ്രവർത്തികൾ വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഉയർന്ന ഉയരത്തിൽ പറക്കുമ്പോൾ ക്യാബിനുള്ളിൽ മർദ്ദം പുറത്തുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇത് വാതിലുകൾ പുറത്തുനിന്നോ അകത്തുനിന്നോ എളുപ്പത്തിൽ തുറക്കാനാകാത്ത വിധം ശക്തമായി അടച്ചു നിർത്തും. എന്നാൽ ഒരു ഘട്ടത്തിൽ വാതിലിനോ ജനലിനോ കേടുപാടുകൾ സംഭവിച്ച് മർദ്ദവ്യത്യാസം രൂപപ്പെട്ടാൽ ക്യാബിനുള്ളിൽ ഈ ഓക്സിജന്റെ അളവ് അതിവേഗം കുറയുകയും യാത്രക്കാർക്ക് ശ്വാസമെടുക്കാൻ സാധിക്കാതെ വലിയ ദുരിതത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുമായിരുന്നു. ഭാഗ്യവശാൽ ജനറൽ പാനലിന് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചത്. സംഭവത്തെ തുടർന്ന് വിമാന കമ്പനിയായ ബാദിക് എയറും നിയമപരമായ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഷംഷീർ അടിച്ചു തകർത്ത ജനറൽ പാനൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന റൺവേയിൽ നിർത്തിയിട്ട് വിദഗ്ധരുടെ നേതൃത്വത്തിൽ വിശദമായ സാങ്കേതിക പരിശോധനയും അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി. വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പരിശോധനകൾ പൂർത്തിയാക്കി വിമാനം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മടക്ക സർവീസിനായി പുറപ്പെടാൻ അനുമതി നൽകിയത്. തുടർന്ന് സർവീസ് പുനരാരംഭിച്ചു.